ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുറുക്ക് കാളനാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ഏത്തക്കായും അതുപോലെ തന്നെ ഒരു 250 ഗ്രാം ചേനയും എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തേങ്ങയെല്ലാം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കുക. കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളവും എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ ചേർത്തു. ഇനി ഇത് വെള്ളം ഒഴിക്കരുത്. ഇനി അരപ്പ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കാളനിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് കാളനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ തൈരും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ കാളൻ്റെ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ശർക്കര കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കിയതിന് ശേഷം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയും കാളനുള്ള കടുക് വറക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവയൊന്ന് പൊട്ടുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, കറിവേപ്പില, ഉണക്കമുളക് ഒടിച്ചത് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉള്ളി മുളകെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.